ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനൊരു സെക്കൻഡ് സ്റ്റഡി ബ്ലോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പൊളിറ്റി ലക്ഷ്മികാന്തിൻ്റെ ബുക്കാണ് വായിക്കുന്നത്. ഞാനൊരു കെ എസ് ആസ്പിറൻ്റ് കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, PG സ്റ്റുഡൻ്റാണ്. അതുപോലെ തന്നെ കേസും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ബുക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിയാണ്, ലക്ഷ്മികാന്തിൻ്റെ ബുക്കാണ്. ഇത് സിവിൽ സർവീസ് എക്സാമിനാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു കേസ് ആസ്പിറൻസിനും ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു ബുക്കാണ്. അത്യാവശ്യം എല്ലാ ടോപ്പിക്കും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കേസിൻ്റെ സിലബസും ഏതാണ്ട് നമ്മുടെ ഈ സിവിൽ സർവീസുമായിട്ട് സിമിലാരിറ്റി വരുന്നതാണ്. അപ്പോൾ പക്ഷേ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കാം. ഇത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിച്ച കുറച്ച് മുന്നേ വാങ്ങിച്ച ബുക്കാണ്. ആ ഒരു ടൈമിലൊരു 500 ആ ഒരു റേറ്റാണ് ഈ ബുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ റേറ്റ് കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ 6th എഡിഷനാണ്. ഞാൻ ഇപ്പോൾ പുതിയ എഡിഷൻ വരുന്നുണ്ടാവാം. അപ്പോൾ റേറ്റും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് ടോപ്പിക്ക് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 100 ആക്ട്സ് ആയാലും BPS ആയാലും BPSP ആയാലും അതുപോലെ തന്നെ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്, ജുഡീഷ്യറി, അതുപോലെ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ, ഗവർണർ, അങ്ങനത്തെ കുറേ കോൺസെപ്റ്റ്. നമ്മുടെ പൊളിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ UPSCയുടെ ഒരു ബൈബിൾ പോലത്തെ ബുക്കാണെന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ ഞാൻ കുറച്ച് കാലം വായിക്കുന്നുണ്ട്. അപ്പം വളരെ യൂസ്ഫുൾ ആവും, നിങ്ങൾക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ KSനും ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടോപ്പിക്ക് കവറപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ ആ ഒരു കണ്ടൻറ്റ് വായിക്കുമ്പോഴത്തേക്കും ആ കണ്ടൻറ്റിലൂടെ എക്സ്ട്രാ അഡീഷണലായിട്ട് ഒരുപാട് നോട്ട്സ് ഞാൻ പുറത്തുനിന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒരു വലിയൊരു നോട്ടാക്കിയാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. 12ലെയും 11ലെയും ബുക്സ് NCERTs റെഫർ ചെയ്യുക. അതുപോലെ തന്നെ 6th to 10th വരെയുള്ള ബുക്കും റെഫർ ചെയ്യുക. ഏതൊരു കാര്യം പഠിച്ചാലും അത് നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതിലുള്ള കാര്യം, എത്ര ചാപ്റ്റേഴ്സ് പൂർത്തിയാക്കി എന്നുള്ളതിലുള്ള കാര്യം, നമ്മൾ ആ ഒരു ടൈം എടുക്കുന്ന ടൈം നമ്മൾ എത്രത്തോളം യൂസ്ഫുൾ ആക്കി എടുത്തു, എത്രത്തോളം നമ്മൾ എഫിഷ്യൻ്റായിട്ട് എടുത്തു എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിൽ ഏതൊരു കാര്യത്തിലും നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാവും എന്നൊരു കാര്യം ഓർമ്മിക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാൻ പോയി. അപ്പോൾ ഇനി മിനി ബ്ലോഗ് അങ്ങനെ അങ്ങോട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ.